നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളം ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അപ്പോഴൊന്നും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ചില്ല. പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ലൂസ് ടോക്ക് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു, ഇന്നെന്തായാലും മനുഷ്യരെ രാവിലെ നമ്മൾ എന്ന് എണീറ്റ് ആദ്യം കേൾക്കുന്ന വാർത്ത ഭീകരങ്ങളാണല്ലോ കേരളത്തിൽ. ഇപ്പം അന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമാധാനമായി ബാക്കിയുള്ള വിഷയം ചർച്ച ചെയ്യായിരുന്നു. പക്ഷെ ഇന്നിപ്പം നമ്മൾ അതിരാവിലെ നമ്മൾ എണീറ്റ് ടി വിക്കുമ്പോൾ കാണുന്ന കാഴ്ച കോട്ടയത്തൊരു പോലീസുകാരനെ മർദ്ദിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭയങ്കര ഭീകരമാണത്. ഈ ക്രമസമാധാന നില അത്രയ്ക്ക് തകർന്നിരിക്കുന്നു. കാരണം നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഇരകളായി കൂടുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത് ചോദ്യം ചെയ്യാൻ പോയതാണ്. ശ്യാം പ്രസാദ് അദ്ദേഹത്തിന്റെ പേര്. വെറും ഒരു ഈ 44-കാരനായ പോലീസിനെ ഒരു 27-കാരനായ ഒരു പയ്യനാണ് മൃഗീയമായി കൊന്നതെന്ന് വേണം പറയാം. ചവിട്ടിയായിരുന്നു, വീണപ്പോ നെഞ്ചിൽ ചവിട്ടൊക്കെ ചെയ്തെന്ന് പറയുന്നുണ്ട്. ജോബിൻ എന്നാണ് അയാളെ പേര്. അയാൾ ഒരുപാട് ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാണ്. അപ്പൊ ഇവരെല്ലാം പരസ്യമായിട്ട് റോഡിൽ ഇറങ്ങി വിളയാടെയാണ് സത്യം പറഞ്ഞാൽ. നമ്മളൊക്കെ എന്ത് ഗ്യാരണ്ടിയിൽ ലോകത്ത് ജീവിക്കും? നമുക്ക് തന്നെ ഇപ്പോൾ ഒരു വീട്ടിനടുത്തൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ഒരു പോലീസുകാരും വരാൻ ധൈര്യം കാണും. ചിലപ്പോൾ അവർ ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് ഇപ്പം നമുക്ക് പട്രോളിംഗ് പോകുന്നത് ചിലപ്പോൾ 1-2 പേരായിരിക്കും ബൈക്കുകളിലൊക്കെ പോകുന്നത്. അവർക്ക് നേരിട്ട് ഇറങ്ങി ഇതിനകത്ത് എന്താ പറയാനാണ് ഇതിൽ അടിയുണ്ടെങ്കിൽ പിടിച്ചു മാറ്റാനൊന്നും പറ്റില്ല. അവർ നോക്കി നിൽക്കുകയുള്ളൂ. കാരണം അത്രയും വലിയ അടിയുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാമല്ലോ. ഇവര് ട്രെയിൻഡ് ആണ് ഇതിനൊക്കെ. പക്ഷെ എന്നാൽ പോലും പറ്റില്ല ഇപ്പോഴത്തെ. കാരണം സ്വബോധമുള്ള ഒരാൾ പോലും ഇല്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ അടി ഉണ്ടാക്കുന്ന ആളുകൾ ഇപ്പം നമുക്ക് തന്നെ പണ്ടൊക്കെയാണെങ്കിൽ മദ്യപാനമായിരിക്കും, ചിലപ്പോൾ സീർട്ട് വലിയായിരിക്കും ഏറ്റവും വലിയ ദുശീലമായിട്ട്. ഇപ്പം കഞ്ചാവും കടന്ന് അത് അതിന്റെ അപ്പുറം MDMA കഴിഞ്ഞാൽ വേറെ കിട്ടുന്ന ലഹരി എവിടെ നിന്നൊക്കെയാണോ അതൊക്കെ വാങ്ങിച്ച് ഈ മദ്യപിച്ച് ഒരുത്തൻ അവശനാണെങ്കിൽ അവൻ ക്ഷീണിതനായിരിക്കും, അവൻ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷെ മയക്കുമരുന്ന് അതിന്റെ ശക്തി കൂടുന്നവരും അവന്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ പറയാം. 2-3 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ശക്തിയുള്ള മയക്കുമരുന്നുണ്ടെന്നല്ലേ പറയപ്പെടുന്നത്. സൈക്കോട്രോപ്പിക് കുറെ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇയാളൊക്കെ അതായിരിക്കാം ഈ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഒരു മനുഷ്യനെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാലേ, ചവിട്ടി കൊല്ലുക. നമ്മൾ ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ തന്നെ ഈ ഒരു ഇപ്പൊ പറയും പോലീസുകാരന്റെ മരണം മാത്രമായിട്ട് നമ്മൾ പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. അതിന് മുന്നോടെ കഴിഞ്ഞ നമുക്ക് ഈ ഒരു മാസം ജനുവരി മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ ഞെട്ടും. ഒരു മാസത്തെ കണക്ക് മാത്രം കഴിഞ്ഞ ഒരു 30 ദിവസത്തെ കണക്കെടുത്താൽ തന്നെ നമ്മൾ കിട്ടും. ഇതിനകത്ത് തന്നെ ലഹരി കൊണ്ട് ഭ്രാന്തായവരുണ്ട്, ഈ അന്ധവിശ്വാസം കൊണ്ട് ഭ്രാന്തായവരുണ്ട്, പല രീതിയിലും അങ്ങനെ ഭ്രാന്ത് പിടിച്ച് എന്താ പറയുക ആളെ കൊല്ലുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കുക ഒരു 2 വയസ്സുകാരെ കൊല്ലാനുള്ള ഒരു ചിന്തയുള്ള ഒരു നാടായി മാറി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുക കേരളം ഭ്രാന്താലയമായി. ആളുകളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ക്രമസമാധാന നില എവിടെ പോയി? നമുക്ക് ഈ മുഖ്യമന്ത്രി ഇതിന്റെ ആഭ്യന്തരം ഇതെല്ലാം നോക്കുന്ന മുഖ്യമന്ത്രിയുടെ കാര്യം മാത്രം പറയരുത്. കാരണം മുഖ്യമന്ത്രിക്ക് ഇപ്പൊ നല്ല ചെറിയ സ്കോപ്പ് വന്നിട്ടുണ്ട്, അതിന്റെ ശുഭപ്രതീക്ഷ വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസ്സുകാർ അടുത്ത ആര് മുഖ്യമന്ത്രി ആവണം, ആര് KPC പ്രസിഡന്റ് ആവണം, പിന്നെ ആര് സ്ഥാനാർത്ഥി ആവണമെന്ന് പറഞ്ഞ് വീണ്ടും അടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്കോപ്പ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അത് കാരണമായിരിക്കും അദ്ദേഹം എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പോയി ഇപ്പോൾ ഫുൾ ടൈം ഇരിക്കുകയാണ്. കണ്ണൂരുണ്ടായിരുന്നു, കോഴിക്കോട്ടുണ്ടായിരുന്നു, എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി അവിടെ പോയി ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതല്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടിരുന്ന കാര്യം. ആഭ്യന്തര വകുപ്പ് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണം, അവരത് നോക്കിക്കോളും. ഇത് ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരവസ്ഥയിൽ എന്തും സംഭവിക്കും എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഡെയിലി ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്യുമല്ലോ, ഇന്നൊക്കെയാണ് സംഭവിച്ചത്, ഇന്നലെ എന്നൊക്കെ ദിവസവും കൊടുക്കും, ബ്രീഫിംഗ് കൊടുക്കണമല്ലോ ആഭ്യന്തരമന്ത്രിക്ക്. എന്നിട്ട് അദ്ദേഹത്തിനൊന്ന് പറഞ്ഞുവിടെ, നിങ്ങൾ എല്ലായിടത്തും പട്രോളിങ് കുറച്ച് നോക്കുക, നഗരങ്ങളിലൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയേണ്ടത്. ആര് നോക്കാം? എങ്ങനെയും ഇപ്പോൾ അടുത്ത് വീണ്ടും പാർട്ടി പിടിക്കാനും വീണ്ടും അധികാരം കിട്ടാനും വേണ്ടി നടത്തുന്ന ഈ ഓട്ടത്തിനിടയിൽ സാധാരണക്കാരെ ജനങ്ങളെ നോക്കാൻ അവർക്ക് സമയം എവിടെ? ഇത് പ്രധാനമായിട്ട് നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത് ഒരു ബാറിന് മുന്നിലുള്ള ഒരു തട്ടുകടയിലാണ് ഈ ഒരു സംഭവം നടന്നതാണ് തോന്നുന്നത്. നമ്മള് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഓരോ ബാറുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും അതിനുള്ള ഗ്രാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ബാറുകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ സ്വഭാവം നഷ്ടപ്പെടുന്ന ഒരാൾ, അപ്പൊ അയാൾ അല്ലാതെയോ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ജോബിൻ എന്ന് പറഞ്ഞ ആൾ എന്തായാലും മദ്യപിച്ചു കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ രീതിയിൽ പോയത്. ഇയാള് അവിടെ സ്ഥിര പ്രശ്നക്കാരനാണ്. ആ പ്രശ്നം അവിടെ വീണ്ടും അതുപോലെ തന്നെ അവ ആവർത്തിച്ചപ്പോൾ ഇയാളും ഈ ഒരു പോലീസുകാരൻ തന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റിയില്ല, പക്ഷെ മൊബൈലിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പകർത്തി. ഇതാണ് ഇയാളെ ചൊടിപ്പിച്ച് വലിയ രീതിയിൽ കടക്കാരൻ പറഞ്ഞു പോലീസ് വരുന്നുണ്ട്, നിന്നെ തൂക്കിയെടുത്ത് അകത്താക്കുമെന്നോ കടക്കാരൻ പറഞ്ഞു പറയുന്നുണ്ട്. എന്തായാലും ഇതോടുകൂടി എന്നെ അങ്ങനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ടോ എന്നുള്ള മട്ടിലായി. അല്ല, ഇത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ കോട്ടയം പട്ടണത്തിലാണ് സംഭവം നഗരത്തിലാണ് നടന്നത് നമ്മൾ ഓർക്കണം. അല്ലാതെ ഏതെങ്കിലും നാട്ടിൻപുറത്തെ വിദൂരമായ സ്ഥലത്തല്ല സംഭവം. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പൊ നമ്മൾ ഈ ബാറുകൾ ഈ ഉയർത്തുന്ന ഒരു പൊക്കാൻ കാണിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഊർജ്ജമൊക്കെ നമ്മളിപ്പോൾ പോലീസുകാരുടെ ഭാഗത്തിൽ അവരൊക്കെ നോക്കാനും കൂടെ കാണണം. കാരണം ഇത് നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടി വേണമെങ്കിൽ. കാരണം കോട്ടയം നമുക്കറിയാം, പണ്ടുള്ളവർ കളിക്കായാലും പറയും സന്ധ്യ കഴിഞ്ഞ ഒരച്ചായമാരും സ്വബോധത്തോടെ കാണില്ല എന്ന് പറഞ്ഞ പ്രതിമകളുണ്ട്. ആ പ്രതിമയ്ക്ക് മാത്രമേ അങ്ങനെ പറയാം. പക്ഷെ നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ അവരെ ആരെയും പറയുന്നില്ല. എന്നാൽ പോലും
അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യേക നിരീക്ഷണം വേണ്ട ഒരു സ്ഥലമാണ്. നമുക്കവിടെ നല്ല ആളുകളാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇങ്ങനത്തുള്ള ആളുകൾ കാരണം സാധാരണക്കാർക്ക് പിന്നെ വഴിയിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു പോലീസുകാരന്റെ ജീവനാണ് കേരളത്തിന്റെ അക്ഷര നഗരിയാണ് കോട്ടയം. അതെ, ഇവിടെ ഒരു പോലീസുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും നമ്മൾ എന്തിനാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? കാരണം എത്ര ഈ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സ് കേട്ടാ കിടുങ്ങുന്ന വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മളെപ്പോലെ ആലോചിച്ച് നോക്കുക ശരത്തെ, നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മൾ രാത്രി നടന്നു അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. നമ്മളെ വഴിയിൽ വരുന്ന ഈ പറഞ്ഞ പോലത്തെ ഒരുത്തനെ നമ്മളെ കൊല്ലണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വഴിയില്ല, നമ്മൾ ചത്തുപോയേ ഉള്ളൂ, വേറെ ഒരു പോകാൻ വഴിയില്ല. ഇത് ഈ പോലീസ് ഡ്രൈവറായ ഈ ശ്യാംപ്രസാദിനെ കൊന്നതിൻ്റെ സംഭവം ഓർക്കുമ്പോൾ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇത്തരത്തിലുള്ള കൊലപാതകം ആട് ആന്റണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനൽ ഉണ്ട്. അത് മോഷ്ടാവാണ് പുള്ളി. ഇത് ആടിനെ മോഷണം നടത്തിയാണ് ആദ്യകാലങ്ങളിൽ തിളങ്ങിയത്. പിന്നെ അങ്ങോട്ട് നിരന്തരം എല്ലാ സാധനം കമ്പ്യൂട്ടറെല്ലാം മോഷ്ടിക്കുന്ന ആളാണ്. ഇയാൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പാരിപ്പള്ളിയിലെ മറ്റേ ഈ ഭാഗത്ത് വെച്ചാണ്, അവിടെ രാത്രി സംശയ സാഹചര്യത്തിൽ വണ്ടി വേനന്ത പോയി തടഞ്ഞു നിർത്തി. ഇയാൾ ചെയ്ത് കമ്പിപ്പാരയായിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ മണിയം പിള്ള എന്ന പേരുള്ള ഒരു ഇതേപോലെ ഈ ശ്യാംപ്രസാദ് പോലെ ഡ്രൈവറായിരുന്നു, പോലീസ് ഡ്രൈവറായിരുന്നു. അയാൾ കുത്തേറ്റ് മരിച്ചു. ഒപ്പം ഉണ്ടായിരുന്ന ASI, അതിൻ്റെ ജോയി എന്ന് മറ്റായിരുന്നു തോന്നുന്നു. അദ്ദേഹം പക്ഷേ പിന്നീട് പരിക്ക് ആശുപത്രി കിടന്നിട്ട് രക്ഷപ്പെട്ടു. ഈ ആട് ആന്റണിയെ പിടിക്കാൻ എനിക്കൊന്നും 2-3 വർഷം എടുത്തു തോന്നുന്നു. ഇയാൾ മുങ്ങി. ഇയാൾക്ക് ലോകം മുഴുവൻ ഭാര്യമാരുള്ള, ഇയാൾ എവിടെ പോയാലും വളരെ തന്ത്രപൂർവ്വം ജീവിക്കുന്ന, ഇയാളെ പൂർവ്വത്തിലൊന്നും ഒരിക്കലും ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള ഒരാളായിരുന്നു ആട് ആന്റണി. അവസാനം ആട് ആന്റണിയെ പിടിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ പോലീസുകാരെ കൊല്ലുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഉത്തരേന്ത്യയിൽ ഇതൊക്കെ സംഭവിക്കും. ഉത്തരേന്ത്യയിൽ അങ്ങനെ സംഭവമൊന്നുമില്ല. ഉത്തരേന്ത്യയിലേക്കാണെങ്കിൽ ഇതുപോലത്തെ ഈ സൈസ് ഇപ്പോൾ അവിടെ ഇല്ല കേട്ടോ. ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ഈ സൈസ് ക്രിമിനലുകളൊക്കെ ഇപ്പം പരലോകത്തെത്തി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ജനാധിപത്യം മനുഷ്യാവകാശം എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും കൊണ്ട് നടന്നിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ അത്തരത്തിലുള്ള നടപടി വരുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ ഏറ്റവും കൂടുതൽ ധൈര്യം പകരുന്നൊരു കാര്യം, നമ്മൾ ഇപ്പോൾ ഈ ഒരു ഓരോ ക്രിമിനലിന്റെയും ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അവർക്ക് സുഖമായിട്ട് നോക്കണം, അവർ ഊരി രക്ഷപ്പെടാനുള്ള സാധ്യതകളും ആ ഒരു ധൈര്യമുണ്ടാണ് അവരിങ്ങനെ ഇയാളെ ഇപ്പൊ നോക്കുക, ജോബിനെ ഒന്ന് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തും ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ സംഭവം ഇപ്പൊ ഇപ്പൊ ഈ ഒരു പോലീസുകാരൻ മരിച്ചില്ല എങ്കിൽ അയാൾ ഇപ്പൊ ഈ സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ പോലീസ് കേസ് ഒരു ചെറുതായിട്ട് പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്ത് അയാളെ അത് അവിടെ അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും രാഷ്ട്രീയം കൂടെ കലർത്തിക്കൊണ്ട് തന്നെ ഇപ്പൊ ഇയാളിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർ ആയതുകൊണ്ട് തന്നെ പറഞ്ഞത് പ്രശ്നം. കാരണം ഈ പോലീസുകാരന് കിട്ടിയ അപമാനം, അതിൽ ആ കിട്ടിയ വേദന അതും വച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ സംഭവങ്ങൾ ഇപ്പൊ ഇതാണ്. നമ്മളിപ്പോ ഈ ഒരു മരണം ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ ഇതൊക്കെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയെ പോലും ഇപ്പൊ ഒരിടത്ത് അക്രമം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ നടക്കുകയാണ്. കാരണം ഈ കേരളത്തിൽ വേറല്ല, ഇപ്പൊ നമ്മൾ വിചാരിക്കും പോലെ അല്ല. കേരളത്തിന്റെ മൊത്തത്തിൽ ഇപ്പം എന്ത് ചെയ്താലും ചോദിക്കും, നമുക്കിപ്പോൾ നമ്മുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാരുണ്ട്, ഇപ്പൊ എന്ത് ചെയ്താലും അവർക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ധൈര്യം ഉള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം വീട്ടിനകത്ത് പോലും സുരക്ഷയില്ല. നമുക്ക് എന്ത് വിശ്വസിച്ച് വീട്ടിൽ ഇരിക്കാൻ പറ്റും? ഇപ്പം പറയില്ലേ, ഇപ്പൊ അമ്മയെ മകൻ തീയിട്ട് കൊല്ലുന്നു, അമ്മ അച്ഛനെയും 90 വയസ്സായി. ഇപ്പൊ നമുക്ക് കണ്ട കഴിഞ്ഞ വാർത്തയാണത്. കൊന്നിട്ട് പറയുന്നു നിങ്ങൾ ഈ ജന്മം തന്നതിന്റെ പ്രതിഫലം അറിയാൻ തന്നിരിക്കുന്നു, അതിന് ചെയ്യുന്നു. ഇപ്പം എന്താ പറയുക, 2 വയസ്സുകാരിയെ കൊല്ലുന്നു. ഒരു മകൾ അച്ഛനും അമ്മയുടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പുറത്തു വിടുന്നു, അടിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം തലക്കെട്ട് നോക്കുമ്പോൾ പണ്ടൊക്കെയാണ് എല്ലാവരും പറയുന്നത് UP മറ്റേ, പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ തലക്കെട്ടുകളിൽ കേരളം ഒരു കുറവില്ല, തള്ളോട് തള്ളാണ്. കേരളം എല്ലാത്തിലും ഒന്നാമത്. ഇപ്പൊ കേരളം ഏതിലാണ് ഒന്നാമെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ആളുകളെല്ലാം കൂടെ ഫ്രസ്ട്രേറ്റഡ് ആണ് മറ്റൊരു കാര്യം. കാരണം ഒന്നാമത്തെ കേസ് സാമ്പത്തികമായിട്ട് നമ്മൾ വല്ലാതെ ഇപ്പം കഴിഞ്ഞു. നമുക്കിപ്പോ ഒന്നും കിട്ടില്ല. കാരണം ഇവരൊക്കെ പറയുന്നുണ്ട് കേന്ദ്രവും കേരളം തമ്മിൽ ഇതാണെന്ന് പറയും. പക്ഷെ അവര് തമ്മിൽ ചിലപ്പോൾ ടൈപ്പൊക്കെ കാണുമായിരിക്കും, അന്തർധാര ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കയ്യിൽ ഇപ്പൊ നോക്കുക, ഇവിടെ ഒരു സാധനം വാങ്ങാൻ പറ്റില്ല. 1 കിലോ അരി വാങ്ങണത് നമുക്ക് ഇരട്ടി. ഇപ്പൊ 2 വർഷത്തെ അപേക്ഷിച്ച് സ്വർണത്തിന്റെ വില നോക്കുക. ഇവിടെ കല്യാണം അടുക്കുന്നതോറും ഇപ്പൊ നെഞ്ചിടിപ്പായിരിക്കും ഓരോരുത്തർക്ക്. ഇപ്പൊ 60,000 രൂപ, ഇപ്പൊ ഒരു വർഷത്തിനിടെ തന്നെ 20,000 രൂപയുടെ മാറ്റം വന്നു. അങ്ങനെ എല്ലാത്തിനും വില കൂടി നമുക്ക് ജീവിക്കാൻ പറ്റാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. ദേഷ്യം ചെയ്യുന്ന മറ്റൊരാളെ ആ വിഷയം ആരും ചർച്ച ചെയ്യില്ല. വിലക്കയറ്റം ഒരു രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യില്ല. അല്ലെങ്കിൽ പേരിന് വേണ്ടി ഒരു സെക്രട്ടറി മാച്ചാരത്തിന് അവസാനിക്കും, അത്രയാണ്. മാത്രമല്ല ഇപ്പൊ നമുക്ക് സ്വൈര്യമായിട്ടൊന്ന് റോഡിൽ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഇന്ന് ഇത് കാണുന്ന ഈ ന്യൂസ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഇന്ന് നമുക്ക് മനസമാധാനത്തോടെ വീടെത്തിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും. വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച ടെൻഷനാണ്. കാരണം ഇന്ന് അറിയാതെ ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വന്ന് ഇടിച്ചിട്ട് പോകുന്ന ടീംസാണ് റോഡിൽ. ഇവിടുത്തെ യുവാക്കൾ ഹോൺ അടിക്കാൻ പറ്റില്ല. മൂലമറ്റ ഭാഗങ്ങൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയല്ലോ, അയാളെ വെട്ടി കൊന്നുണ്ട്. സാജൻ സാമുവൽ എന്നാണ് പേര്. ഇയാൾ ഒരുപാട് ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഒരാളാണ്. ഒരാളെ കുത്തി വന്ന കേസിലെ പ്രതിയാണ്, വെടിവെച്ച കേസിലെ പ്രതിയാണ്. ഇവരൊക്കെ പക്ഷേ നമ്മുടെ നാട് സ്വൈര്യവിഹാരം നടത്തി ജീവിക്കുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഗുണ്ട ആക്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഗതികളുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഇതിനെയൊക്കെ വല്ല നാട് നടത്തുന്നതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞാൽ പോയാലും ചെന്നാ സ്ഥലത്തായിരിക്കും ഈ പരിപാടിനെ വീണ്ടും നടത്തുക. വേറെ കാര്യമുണ്ട്, ഇപ്പം പണ്ടത്തെ ഗുണ്ടകളൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോഴത്തേക്ക് ഓരോ ഗുണ്ടകൾ ഇപ്പൊ പിറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാഹചര്യം ഞാൻ പറഞ്ഞു നേരത്തെ പറയില്ല, സാഹചര്യങ്ങൾ ഗുണ്ടാക്കിയാണ്. ഇപ്പൊ ആൾക്കാർക്ക് ഈ ഒരു ലെവൽ ഇപ്പൊ ചിന്ത, കാരണം ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ള പാടാണ്.
ഇപ്പൊ തന്നെ പോലീസ് പിടിച്ചാൽ പോലും അവർക്ക് അടുത്ത നിമിഷം ഇറങ്ങി വരും. പോലീസിനേക്കാൾ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും പിടിക്കുക അധികാരം എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന പിന്നെ മനുഷ്യാവകാശ സംഘടനകൾ അങ്ങനെ ഒരുപാടൊക്കെ എല്ലാം സഹായിക്കാറുണ്ട്. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു താരങ്ങളുമാണ്. ഇപ്പൊ ഗുണ്ടയും കൊലപാതകം പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിൽ 4 വൃത്തികളെ കാണിച്ച ശരി അവൻ ഹീറോ മാസാണ് കൊലമാസാണ്. മാത്രമല്ല ഇതാണ് അവരുടെ റെസ്യൂമിൽ ചേർക്കാൻ പറ്റിയത്. ഇപ്പൊ ഞാൻ ഒരാളെ ഇപ്പൊ തച്ചു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ ഇടിച്ച് വരുന്ന അതാണെങ്കിൽ പാർട്ടിയിൽ കുറച്ചുകൂടെ പരിഗണന കിട്ടും. അങ്ങനെയുള്ള ഒരാളുടെ പാർട്ടിയിൽ നിലനിൽപ്പുള്ളത്, അവർക്കാണല്ലോ ഒരു ഇമേജ് ഉള്ളത്. തല്ലുകൊണ്ട് ഇതിപ്പം സ്വീകരിച്ച മാത്രമല്ല കൊണ്ടും കൊടുത്തുമാണ് അവരിപ്പം ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. അവരുടെ റെസ്യൂം നേരത്തെ പറഞ്ഞില്ല, പാർട്ടി റെസ്യൂമിൽ നിങ്ങൾ എത്ര ആളെ കൊന്നിട്ടുണ്ട്, എത്ര പേര് ഇടിച്ചിട്ടുണ്ട്, അതനുസരിച്ചാണ് ഇവർക്ക് പരിഗണന കിട്ടുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ അല്പം ആത്മീയ മാർഗത്തിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ പി ദിവ്യയെ കുറ്റപ്പെടുത്തിയ അദ്ദേഹം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്നുള്ള പഴയ നമ്മുടെ ചൊല്ലും കൂടെ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. പി ദിവ്യ ചെയ്തതിന്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എങ്കിലും അവരെല്ലാം ഇപ്പോൾ ആത്മീയ മാർഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരൊക്കെ ആത്മീയത്തിൽ വന്നാലും ഭൗതികത്തിൽ വന്നാലും ഇവിടെ സാധാരണക്കാർ റോഡിൽ കിടന്ന് കുത്തുകൊണ്ട് മരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇതിപ്പം ഈ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനി വന്നുകൊണ്ടിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞത് ഈ ഒരു സമയത്തും എവിടെയെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക കൊലപാതകങ്ങൾ തന്നെ കൂട്ടത്തോടെ കൊലപാതകമാണ് കേരളത്തിൽ. നമ്മളെ കുട്ടിക്കാലത്ത് എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ നമുക്ക് ഭയമാണ്. നമുക്ക് അപൂർവമാണ്. പത്രങ്ങളിൽ പോലും കൊലപാതക വാർത്ത വളരെ കുറച്ച് കൊലപാതകം വരാറുള്ളൂ. അത് കേൾക്കുമ്പോൾ പോലും നമ്മളെ കുട്ടികൾക്കെല്ലാം അന്ന് വലിയ ഭയമായിരുന്നു. ഇന്നിപ്പം ദിവസം എത്ര കൊലപാതകം നടക്കുന്നത് കേരളത്തിൽ? മാത്രമല്ല ടെക്നിക്കലി നമ്മൾ എത്രത്തോളം വളർന്നു. ഇപ്പം നമുക്ക് നോക്കാം, ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകളുണ്ട്. ലൈവായിട്ട് വേണമെങ്കിൽ ഫേസ്ബുക്കിലൂടെ ചെയ്യാം. വീടിനായാലും റോഡിലായാലും CCTV ക്യാമറകൾ, AI ക്യാമറകൾ പോലുള്ള ക്യാമറകളുണ്ട്. ഇപ്പം കുടുങ്ങാൻ ഇപ്പൊ എന്താ പറയുകയാണ്, ഇപ്പോൾ ഒരാളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ 90% അയാളെ പിടിക്കാൻ സാധ്യതയുണ്ട്. വീട്ടിനകത്തായാലും പുറത്തായാലും എവിടെ ആയാലും. അതിനിടയിൽ കൂടെയാണ് ഇത്രയും. അതാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇവർക്ക് എത്രത്തോളം ധൈര്യം വരുന്നു. അതാണ് നേരത്തെ പറയുന്നത്. ഇപ്പൊ എല്ലാവരും ഫ്രസ്ട്രേറ്റ് ആണ്. ഈ ഒരു എന്താ പറയുക, ഒരു പ്രോത്സാഹനം പോലെ. ഇപ്പം ഇത്രയും വലിയ നമ്മൾ കുടുങ്ങാൻ സാധ്യത ഉണ്ടായിട്ടും അതൊന്നും ആരോ വിഷയമില്ല. ഇപ്പൊ തന്നെ നോക്കുക, ഇപ്പൊ തന്നെ വീട്ടിനകത്ത് നേരത്തെ പറയുമ്പോൾ തന്നെ സ്ത്രീധനത്തിന്റെ പേരിലും ഗ്ലാമർ കുറവില്ലാത്ത പേരിലും ഒക്കെ മെന്റലി ഹരാസ് ചെയ്യുക, അതുപോലെ ആത്മഹത്യ നടക്കുക. ഒരു കൊച്ചു പയ്യൻ നേരത്തെ കഴിഞ്ഞ ദിവസം കണ്ടാണ്, എത്ര 9ാം ക്ലാസ്സുകാരിയെ 13-കാരൻ 14-കാരൻ പീഡിപ്പിക്കുന്നു, ആ കുട്ടി ഉണ്ടാകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മള് മാത്രമല്ല ഒരു കുട്ടിയായിട്ടില്ലേ കൊച്ചിയിൽ ഫ്ലാറ്റിന്റെ മുകളിൽ താഴെ ചാടി മറിച്ചു. സ്കൂളിൽ അവൻ സീനിയേഴ്സ് അവനെ ടോർച്ചർ ചെയ്തതും സ്കൂൾ അധികൃതർ അവനെ ബുദ്ധിമുട്ടി 2 സ്കൂളിൽ നിന്ന് കിട്ടിയെന്നുള്ളിടത്താണ്. സത്യം പറഞ്ഞാൽ സ്കൂളുകളൊക്കെ നമ്മളെയൊക്കെ മനുഷ്യൻ്റെ വ്യക്തിത്വം വളർത്തിയെടുക്കുന്നതിനും അവനൊരു നല്ല പൗരനാക്കി വളർത്തുന്നതിനും സഹായിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇതൊക്കെ നടക്കുന്നത്. എന്നിട്ട് എപ്പോഴും ഇത്തരത്തിലുള്ള പരാതി കൊണ്ട് തന്നെയാണെങ്കിൽ സ്കൂൾ അധികൃതർ സ്കൂളിൻ്റെ മാനം പോകുന്ന പറഞ്ഞ് അതെല്ലാം ഒതുക്കുന്ന രീതിയാണുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ ക്രമസമാധാനം, ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് ആർക്കും ഒരു പിടിയില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞു. ഒരു കാലത്ത് കേരളം ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ക്രമസമാധാനം പുറത്തുന്നൊരു സ്ഥലമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പ്രശസ്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ പലപ്പോഴും പണ്ടുണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാലത്ത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചാനൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ മിന്നൽ പരമശിവൻ നായർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഴയ അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണറൊക്കെ ആയിരുന്നു തിരുവനന്തപുരത്ത്, വലിയൊരു നല്ല ആചാരബഹമായ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ നമ്മൾ ഈ അഭിമുഖത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പഴയ കാര്യങ്ങൾ നമ്മൾ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ അന്നത്തെ ഈ ഗുണ്ട അന്നത്തെ ഈ ചട്ടമ്പിമാരാണ്. അന്ന് ഇന്നത്തെ പല പ്രൊഫഷണൽ ഈ സൈസ് ഗുണ്ടാണെന്നല്ല, ചട്ടമ്പേര് ലോക്കൽ അവർ ജംഗ്ഷനിൽ ഇറങ്ങുന്ന പ്രശ്നം ഉണ്ടാക്കുക, വെള്ളമെടുത്തുന്ന ആളെ ഉപദ്രവിക്കുക, പിടിച്ചെറിയുക, ചന്തകളിൽ ചെന്ന് പൈസ പിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളവരായി ഇവർ കായികമായി തന്നെ അങ്ങ് നേരിടുമായിരുന്നാണ് പറയുന്നതാണ്. ഈ അടികൊണ്ട് വീണു പോയാലേ പിന്നെ ഈ ഗുണ്ടയ്ക്ക് നിലനിൽപ്പില്ല. അന്നത്തെ കാലത്ത് പോലീസ് ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ളതൊക്കെ പിടിച്ചെന്നാണ് പെരുമാറും ആൾ നിൽക്കുമ്പോൾ തന്നെ. അത് ഈ ആക്ഷൻ ഹീറോ ബിജു സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഒരാളെ നമ്മൾ അടി കൊടുക്കേണ്ടവൻ അടി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പഠിപ്പിക്കാൻ പറ്റുക. കാരണം അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരാളിപ്പോൾ ജയിലിനകത്തായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ കൊണ്ട് എത്തിച്ച് ഒരാൾ ഇപ്പോൾ ചിലർ ചൂരിൽ മാറി ചിലപ്പോൾ അടി കൊടുക്കുക, ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നന്നാവരുണ്ട്. അതിന് വരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യാവകാശ സംഘടന. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പണ്ടത്തെ ആളുകളായാലും പോലീസിന്റെ കൈ കിട്ടിയ നല്ല ഇടി കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാലും, കാരണം എനിക്ക് തോന്നുന്നു ഒരു എത്രയോ തന്റെ വയസ്സാകുമ്പോഴും ഈ ഒരു ഇടിയുടെ എഫക്ട് കാണും എന്നുള്ള രീതിയിലുള്ള അതുകൊണ്ടുകൊണ്ട് അവരങ്ങനെ ചിലപ്പോൾ അങ്ങനെ പോകൂല. ഇപ്പൊ പിന്നെ നേരത്തെ പറയുന്നത് തന്നെ ഇപ്പം ജനമൈത്രി പോലീസുകളാണല്ലോ ഇപ്പൊ എല്ലാം. പോലീസുകാർ പരമാവധി, കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഇപ്പം മേളയിൽ നിന്ന് അവർക്ക് ഒരു ആശ്വാസമില്ല. അവര് പറയുന്നത് എല്ലാം കൃത്യമായിട്ട് നടത്തണം. ഇപ്പം ജനങ്ങളുടെ ഇടയിൽ നിന്നായാൽ പോലും തന്നെ ഇപ്പം അവർക്ക് എന്താണ് പറഞ്ഞാൽ തിരിച്ചു പറയുന്ന ടീംസാണ് ക്രമസമാധാനം. അപ്പൊ എങ്ങനെ ഇവർക്ക് മാനേജ് ചെയ്യണമെന്നൊരു കൃത്യമായിട്ട് നമ്മളൊന്ന് ആലോചിച്ചു. കഴിഞ്ഞ 2 വർഷത്തിൽ ആത്മഹത്യ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ലിസ്റ്റ് എടുത്ത് നോക്കും. എത്ര പോലീസുകാരാണ് അവർ മാനസിക സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്തവരാണ്. നമ്മൾ തീർത്തും പോലീസിനെ കുറ്റം പറഞ്ഞൊരു കാര്യം. എത്ര പേര് രാജിവെച്ചു നമ്മൾ രാജിവെച്ചു. അവർക്ക് ഈ പണി മതിയായിട്ട് ഇട്ടിറങ്ങിട്ട് ഓടുകയാണ്. ടോപ്പ് പോസ്റ്റ് ഇരുന്നവർ പോലും രാജിച്ചിട്ട് പോയി എന്നാണ് പറയപ്പെടുന്നത് പോലീസിൽ തന്നെ. കാരണം അവർ ഇരിക്കാൻ മനുഷ്യനല്ലേ ഇത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ എന്താണ് IPS ഉദ്യോഗസ്ഥന്മാരെ നേരിടുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം. എന്തുമാത്രം സമ്മർദ്ദമായിരിക്കും അവരുടെ മേലുണ്ടാവുന്നത് രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്ന്. നമ്മുടെ പോലീസുകാരെ ഷിഫ്റ്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടും. എന്റെ സുഹൃത്തുക്കൾ കുറച്ച് പേരവരുണ്ട്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് 8 മണിക്കൂർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കീഴടക്കുകയല്ലേ, 8 മണിക്കൂറൊന്നും അല്ല. അവർ ചിലപ്പോൾ ഇങ്ങനെ രാത്രി ഇന്നില്ല പകലുന്നില്ല അങ്ങനെ മാറി മാറി വരും.
മാത്രമല്ല എന്തെങ്കിലും പിഴവ് വെച്ചാൽ ചെറിയാണ് എന്ന് വെച്ചാൽ ഈ ലീവിന്റെ കാര്യത്തിലായാലും ലീവ് കൃത്യമായിട്ട് കിട്ടില്ല, എല്ലാ ദിവസവും ഇങ്ങനെ വേണം. മാത്രമല്ല ഇതിനെക്കാട്ടി ഏറ്റവും വലിയ പ്രശ്നം ഈ മോളിൽ നിന്നുള്ള ഇതാണ് സമ്മർദ്ദം. കാരണം ഇവർക്ക് നല്ല രീതിയിൽ, കാരണം അവരെ കുറ്റം പറയപ്പില്ല, അവർക്ക് മന്ത്രിതലത്തിൽ നിന്നായിരിക്കും എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മാത്രമല്ല ശമ്പളത്തിന്റെ കാര്യമായ പോലും കൃത്യമായിട്ട് ശമ്പളം അവർക്ക് വേറെ ഇതൊന്നും കിട്ടണമെന്നും ഇല്ല. അപ്പം പോലീസിന് ജീപ്പിലടിക്കാൻ എണ്ണ അടിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലൂടെ അവർ അതിജീവിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഭാഗം നമ്മൾ പറയുകയാണ് ക്രമസമാധാനം നശിച്ചു എന്ന് പറയുമ്പോൾ ഇതിന്റെ മൂലകാരണം എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും വരുന്നത് അടിസ്ഥാനപരമായിട്ടും പാളിച്ചാണ് ആഭ്യന്തരത്തിന്റെ ഏറ്റവും വലിയ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും വലിയ പാളിച്ച. പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഇന്ന് നമ്മൾ ഒരു ആവശ്യം വന്ന് പോലീസിനെ വിളിച്ച പോലീസ് വരും. പക്ഷെ അവരുടെ കയ്യിൽ എന്ത് ആയുധമുണ്ടെന്നുള്ളതാണ് പ്രസക്തം. ഈ കയ്യിൽ ആയുധമായിട്ട് നിൽക്കുന്നതിൻ്റെ അടുത്ത് വിറങ്ങിയോടെ അവർക്ക് തന്നെ നേരിടാൻ പറ്റും പലപ്പോഴും. അപ്പോൾ അതിന് ആവശ്യമായ പരിശീലനം കൊടുക്കുക, അവർക്ക് അതിനുള്ള സന്നാഹം കൊടുക്കുക, ആയുധം കൊടുക്കുക, ഇതൊക്കെ ചെയ്തേ നടക്കുള്ളൂ. അതല്ലാതെ വെറുതെ നമ്മൾ രണ്ട് ലാത്തിയും കൊണ്ട് പോലീസ് വരുന്നതല്ല. ഇപ്പോഴത്തെ ഈ ഹൈടെക് ഭീകരന്മാർക്കിടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും അക്കാര്യത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. ഒരുപക്ഷെ കാലം മാറുകയാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞതുമല്ല, നേരത്തെ പറഞ്ഞതുമല്ല, ഇപ്പോഴത്തെ ന്യൂജൻ ഗുണ്ടകളാണ്. അവന്മാരിൽ എന്തൊക്കെ ആയുധം ഉണ്ടെന്നുള്ളതെന്ന് പറയാൻ പറ്റില്ല. പലരെങ്കിലും തോക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലൈസൻസ് ഇല്ലല്ലേ, തോക്ക് ഇഷ്ടംപോലെയാണ് വരാൻ കയ്യിൽ. ഇനിയിപ്പം ഉത്സവ സീസണുകൾ വരാനൊക്കെയാണ്, അതാണ് മറ്റൊരു പ്രശ്നം. കാരണം ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു ഉത്സവത്തിന്റെ അവിടെ ചുമ്മാ സാധാരണ നമ്മൾ ഫാമിലി ആയിട്ട് പോയപ്പോ കണ്ട കാഴ്ച, അവിടെ ഈ അത്യാവശ്യം മുതിർന്ന ആൾക്കാരൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. കൊച്ചു കുട്ടികളുണ്ടല്ലോ, കൊച്ചു കുട്ടികൾ, അതായത് എങ്ങനെ പറയാം, ഒരു 4-5 ക്ലാസ്സിൽ അല്ലെ ആ ഒരു 8-9 ക്ലാസ്സിലുള്ള കുട്ടികളാണ് ഇങ്ങനെ കണ്ണാടി വെച്ച് അങ്ങനെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ്, അടിയും പിടിയും ഉണ്ടാക്കിയാണ്. അവരിങ്ങനെ ഒരു വയലന്റ് ഇത് ക്രിയേഷൻ ഉണ്ടാക്കിയാണ്. അവരുടെ ഒരു വിചാരത്തിൽ ഇങ്ങനെ ആളാകാൻ പറ്റുന്നുള്ള രീതി, അതായത് ഇങ്ങനെ വയലൻസിലൂടെ ഷൂട്ട് ചെയ്താൽ അങ്ങനത്തെ സിനിമകളാണ് ഇപ്പൊ എത്തുന്നത്. കാരണം നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തരുന്ന സിനിമയൊക്കെ ആണെങ്കിൽ പോലും ചില സിനിമകൾ, അതായത് KGF പോലുള്ള സിനിമകളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ മൈൻഡ് അങ്ങ് മാറിപ്പോയി. നമ്മളിപ്പോ കേൾക്കാറില്ലേ KGF മോഡൽ കൊല, മറ്റേ ഈ ഒരു മോഡൽ അങ്ങനെ ഒരേ. അപ്പൊ ഇതൊക്കെ ഒരു മാതൃക. കാരണം ഇതൊക്കെ ഇപ്പൊ നമുക്ക് സിനിമ വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്യുന്നു യുവാക്കളിൽ. ഇപ്പോൾ ഈ RDX പോലെ കുറെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇവർ അത് പ്രയോഗിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവരെയൊക്കെ കൂടെ അതിജീവിച്ച് പോവുക എന്നുള്ള ചെറിയൊരു കാര്യം. നേരത്തെ പറയും, ഞാൻ ഞെട്ടിപ്പോയി. കൊച്ചു പിള്ളേരൊക്കെയാണ് വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന, അടി ഉണ്ടാക്കുന്നതിനിടയിൽ വലിയ ആൾക്കാരെ കുറച്ചുകൂടെ മെച്ചൂടെ. ഇപ്പൊ നമ്മളെ പോലുള്ള ഒരു തന്തവൈബായി എന്ന് പറഞ്ഞ് മാറിയിരിക്കും. ആ ഒരു പേര് നമ്മുടെ രാജ്യത്ത് പണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷേ അടിയന്തരാവസ്ഥക്കാലത്തൂടെ ക്രമസമാധാനം കേരളത്തിൽ ഭംഗിയായി നടന്നിരുന്നാണ് പലരും പറയുന്നത്. കാരണം ആള് ഭയന്നു. കാരണം അകത്തായ പിന്നെ വെളിയിറങ്ങാൻ പറ്റുമെന്ന് ആർക്കും യാതൊരു ഉറപ്പുമില്ലായിരുന്നു. രാഷ്ട്രീയക്കാരെ മാത്രമല്ല, കുറ്റം ചെയ്യുന്നവരെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അന്ന് പിടിച്ചകത്തിട്ടിരുന്നു. അത് ചെയ്തത് ശരിയാ, ജനാധിപത്യപരമായി അല്ലെങ്കിൽ നിയമപരമായി ശരിയായ നടപടി ചെയ്തത്. എങ്കിൽ പോലും ഈ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ വേണ്ടി നമ്മുടെ കാര്യങ്ങൾ, അന്ന് ട്രെയിൻ കൃത്യസമയത്ത് ഓടിയിരുന്നു എന്നാണ്, കൃത്യസമയത്ത് ബസ് എല്ലാം പോയിരുന്നു. ക്രിമിനൽ കുറ്റങ്ങളുടെ പേരിൽ ലോക്ക്ഡൌൺ സമയം നോക്കിയാൽ മതിയല്ലോ. എത്ര ക്രൈം റേറ്റ് നോക്കുക, എത്ര പേര്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെക്കാട്ടി എത്രയോ കുറവാണ്. റോഡ് ആക്സിഡൻസ് ഇല്ല, അപ്പം ലഹരി അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രീതിയിലുള്ള മരണങ്ങളില്ല. നമുക്ക് ആശുപത്രി ഡെത്തുകളുടെ അളവ് വലിയ രീതിയിൽ കുറവാണ്. നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ റേറ്റാണ് ഇപ്പോൾ ഉള്ളത്. ക്രൈം റേറ്റ് ആയാലും ആളുകളുടെ മരണസംഖ്യ ഉയരുന്ന അതായാലും തന്നെ മരണനിരക്കായാലും അത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പല രീതിയിലും നമ്മൾ കുറച്ച് സ്റ്റിഫ് ആവേ പറ്റൂ. കാരണം എന്തും ചെയ്യാൻ പറ്റും, എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പേടിയില്ല. നമ്മുടെ നിയമവ്യവസ്ഥിതി എന്തൊക്കെ ചെയ്താലും നമുക്ക് ഊരി പോകാൻ പറ്റും. നമ്മളെന്നെ കാണാറില്ലേ, ഇപ്പൊ ഒരു പരാതി കൊടുത്താൽ നടപടി, ഇപ്പൊ നമ്മളിവിടെ റെയിൽവേ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നിമിഷ നേരം കൊണ്ടല്ലോ ഇവിടെ വന്നല്ല ഇത്ര പൊടിപുരം കാണിച്ചിട്ട് പോയത്. അതേസമയം ഈ മറ്റു PPD എത്ര ദിവസം ഒളിവിൽ കഴിഞ്ഞിട്ടാണ് ജാമ്യം എല്ലാം ശരിയായി രക്ഷയില്ലാന്ന് വന്നപ്പോഴല്ലോ കീഴടങ്ങാൻ വന്നത്. ഇതുപോലെ എത്രയോ പേര്, അവരെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നീണ്ട ലിസ്റ്റായിരിക്കും. അതേസമയം വേറെ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ചുള്ള പരാതി അങ്ങോട്ട് ചെല്ലേണ്ട താമസമേ ഉള്ളൂ. ഇപ്പം മുകേഷിൻ്റെ പേരിൽ കേസ് വന്നിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം കുറ്റപത്രമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴും പാർട്ടി നേതാക്കൾ പറയണത് വരട്ടെ, കോടതി ശിക്ഷിക്കട്ടെ, 2 വർഷത്തേക്കുള്ളിൽ ശിക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നടപടി എടുക്കാമെന്നാണ്. അപ്പോൾ ഈ സ്വന്തം ആളിന് ഒരു നിയമവും സ്വന്തം ആളല്ലാത്തവന്മാർക്ക് വേറൊരു നിയമം എന്നുള്ളതാണ് ഇവിടെ പ്രതിപക്ഷമില്ല. സത്യമായി ഇതിനൊക്കെ നേരിടേണ്ട പ്രതിപക്ഷമാണ് ഇവർ കാണിക്കുന്ന ഈ തോന്നിവാസത്തിനല്ല. അതല്ലെങ്കിൽ ക്രമസമാധാന തകർച്ചയ്ക്ക് പോലീസിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥ എന്തുകൊണ്ടുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, മുകളിൽ നിന്നുള്ള സമ്മർദ്ദം തന്നെയാണ്. സത്യസന്ധമായിട്ട് ഒരു പോലീസ് ദിവസം ജോലി ചെയ്യാൻ പോകണമെങ്കിൽ ഞാൻ പറ്റുന്ന തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാസർഗോഡ് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും. അതാണ് എൻ്റെ കാര്യം. നമ്മളിപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഡൽഹിയിലുള്ള, ബാംഗ്ലൂരിലുള്ള, തമിഴ്നാട്ടിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. പലർക്കും കേരളത്തോട് ഇപ്പം കല്യാണം കഴിപ്പിച്ച് കഴിക്കുക. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബാംഗ്ലൂരിലുള്ള പയ്യനാണ്, കുട്ടി കേരളത്തിലുള്ളതാണ്. പക്ഷെ കേരളം എന്ന് കേട്ടുകൊണ്ട് അവർക്കൊരു താല്പര്യക്കുറവ്.
കാരണം കേരളം നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇപ്പം വരുന്ന വാർത്തകൾ എങ്ങനെയാണ്, ഇപ്പൊ അന്താരാഷ്ട്ര ഇപ്പം നാഷണൽ വൈഡ് വരുന്ന വാർത്തകളെല്ലാം തന്നെ കേരളത്തിനെതിരായിട്ടാണ്. ഇപ്പൊ നമ്മൾ എത്രയോ വാർത്തകൾ വന്നു. അല്ല, ഈ വാർത്തകളൊക്കെ തന്നെ നാഷണൽ ചാനലുകളും മാത്രമല്ല നാഷണൽ സൈറ്റുകളും എല്ലാം ഇംഗ്ലീഷുള്ളതെല്ലാം ഹിന്ദിയിലെല്ലാം വരുന്നുണ്ട്. കേരളത്തിൽ എന്തോ ഒരു ഭീകരമായ ലോകമായി മാറിയെന്ന് പലരും കഴിഞ്ഞ ദിവസം ഞാനൊരു നമ്മളെ ഏറെ ആദരിക്കുന്ന വളരെ മുതിർന്ന ഒരു സാഹിത്യ സാംസ്കാരിക നായകനായിട്ട് സംസാരിക്കരുത്. അദ്ദേഹം പറയരുത്, നിങ്ങൾ കാര്യം നിങ്ങളെ കുട്ടികളുണ്ടെങ്കിൽ വല്ല വിദേശത്തേക്ക് പറഞ്ഞേക്കാം പഠിത്തം കഴിഞ്ഞിട്ട്, അതല്ലാതെ ഇവിടെ അവരൊക്കെ നമ്മളെന്തായാലും ഇവിടെ പെട്ടു. അല്ല, അതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം അവിടെ മനസ്സമാനം ചെയ്യരുത്. കാരണം അവിടെയൊക്കെ കുറ്റം ചെയ്താൽ പിടിക്കാൻ ആളുണ്ട്, വെടിവെച്ചെങ്കിലും ഇടും അവിടെ. നേരത്തെ നമുക്കിപ്പോൾ ജോലി ഇല്ലായിരുന്നു എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കി പോവുക, ഓരോ ദിവസം ജീവിച്ചിരിക്കണമെങ്കിൽ അത് ഭാഗ്യം എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോഡിൽ ഇറങ്ങി സത്യമായിട്ടാണ് പേടിയാണ്. കാരണം ഇപ്പം നമ്മൾ റോഡിൽ ഇപ്പം ആളുകൾ പല രീതിയിലുള്ള മൈൻഡുള്ളവരാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ നമ്മൾ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരാൾ ഹോൺ അടിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഹോൺ അടിക്കണമെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇറങ്ങി അത്രയോ സംഭവങ്ങളുണ്ട് റോഡിൽ. ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. അപ്പം ചിലപ്പോൾ വണ്ടി കയറ്റി അതിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി വേറെ എവിടെയെങ്കിലും വെച്ച് കാണുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലൂടെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സ്വയം നമ്മൾ ആത്മനിയന്ത്രണം പാലിച്ചു പോവുക എന്നുള്ളതല്ലാതെ ഇപ്പൊ ചിലപ്പോൾ വന്ന് ഒരുത്താൻ ചുമ്മാ തല്ലിയാലും നമ്മൾ തിരിച്ചു കൊടുക്കാൻ നിന്നെങ്കിൽ വലിയ പ്രശ്നമേ ഉള്ളൂ. ആയുധം എടുക്കും. അതെ, അവിടെ ഇപ്പൊ പോലീസുകാരൻ ചെയ്ത് ഇന്നലെ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ ഈ ക്രമസമാധാനം വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ ഒരു നില ശാന്തമാക്കാൻ വേണ്ടി അയാളെ അങ്ങനെയുള്ള പ്രതികളെ പിടികൂടാൻ വേണ്ടി വീഡിയോ ദൃശ്യങ്ങളെടുത്ത് ഭാവിയിൽ അങ്ങനെയുള്ള ഒരു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും അത് അങ്ങനെ എടുത്തത്. അതുകൊണ്ട് ആർക്കും നഷ്ടമായ കുടുംബത്തിന് 3 മക്കളുള്ള ആളാണ്. ഇതൊക്കെയാണ് സങ്കടപരമായിട്ടുള്ള കാര്യം. ഇപ്പൊ നഷ്ടമായതാർക്കും. പിന്നെ ഇയാള് ഇപ്പൊ പോലീസ് ചിലപ്പോൾ പിടിച്ച ആൾ ഇപ്പൊ അവൻ ഈ എത്രയോ ദിവസം ചിലപ്പോൾ 2-3 വർഷമൊക്കെ ജയിലിൽ കിടക്കുമായിരിക്കും. അതൊക്കെ സുഖമായിട്ട് ഇപ്പൊ ചിക്കനും മട്ടനും ചന്താവരാനെ കണ്ടില്ലേ, പിടിച്ചോടെ എനിക്ക് ഊണും മറ്റേ ചിക്കൻ കറി കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, ആ സൈസുകളാണ് പല ഉള്ളത്. ഇനിയിപ്പോ അവനൊക്കെ സുഖമായിട്ട് ഇപ്പം ജോലിക്ക് പോകണ്ട. ഇപ്പൊ 27 ജോലിക്ക് പോകണ ഒരു മാന്യനായിട്ടുള്ളവരാണെങ്കിൽ ഇവനെ കിടന്ന് രാത്രി വെള്ളം അടിച്ചിട്ട് കിടന്ന് അടി ഉണ്ടാക്കാൻ പോകില്ലല്ലോ. ഇനിയോ ജയിലിൽ കടന്ന് കൂടുതൽ ക്രൂരനായിട്ടുള്ള അവിടെയുള്ള നല്ല ഭക്ഷണമാണെന്ന് കേട്ടിട്ടുണ്ട്, ജീവിതം. അപ്പൊ അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മള് കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞത് തന്നെ കരുതിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അല്ല, ഇവിടുത്തെ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികൾ ആരും തന്നെ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്ന പോലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ രസം. പ്രതിപക്ഷം പറഞ്ഞ പക്ഷേ ആരും ഇതൊന്നും ഇവരാരും ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, ഒരു സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. എല്ലാം സ്വന്തം ഞാൻ അവിടെ ഉദ്ഘാടനം നടത്തി ഞാൻ അത് ഇത് ഫ്ലക്സ് ഫ്ലക്സ് അധികം വയ്ക്കാൻ പറ്റില്ല പലർക്കും. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ സ്വന്തം വീമ്പ് വിളിച്ച് പറയുന്നതല്ലാതെ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇവരാരും ഒന്നും ചെയ്യുന്നില്ല. ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു നോക്കേണ്ടിയിരിക്കുന്നു. പോലീസുകാർക്ക് പോലും നമ്മുടെ നാട്ടിൽ രക്ഷയില്ല എന്ന് പറഞ്ഞുള്ള അവസ്ഥയിൽ ഈ ആഭ്യന്തരം നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടത് ഒരു അപേക്ഷയായിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നല്ലൊരു കഴിവൊക്കെ ഉള്ള ആളായിരിക്കും, എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ഏകോപിപ്പിക്കാനൊക്കെ കഴിവൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു പറ്റിയില്ലെങ്കിലും വേറെ ഒരുപാട് ചുമതലകളുണ്ട്. എനിക്ക് ഇനി ഇലക്ഷനൊക്കെ വരാം, അതിന് മുന്നോടിയായിട്ടുള്ള ചിലപ്പം അങ്ങനെയൊക്കെ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റാരെ ഏൽപ്പിക്കുക, പറ്റിയില്ലെങ്കിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് പണി ചെയ്യുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. പേഴ്സണൽ സ്റ്റാഫിൽ ഇത്രയും ഒരു നീണ്ട നിരയിരിപ്പുണ്ട്, അവരെ ഏൽപ്പിക്കുക കാര്യങ്ങൾ. ഞാൻ ജില്ലാ സമ്മേളനത്തിന് തിരക്കിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പാർട്ടി പിടിച്ചേ പറ്റുള്ളൂ, നിങ്ങൾ കാര്യം നോക്കി നിങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി ഇവിടെ നടക്കുന്നു എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കാൻ അവരെങ്കിലും ചുമതലപ്പെടുത്താറുണ്ട്. ആരും ഒന്നും ചെയ്യുന്നില്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇന്നത്തെ ട്രോളെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് എത്ര പേര് കൊല്ലപ്പെട്ടു, എത്ര പേര് വാഹനം ഇടിച്ചു വന്നു. കഴിഞ്ഞ ദിവസം ഒക്കെ നിരന്തരം ഈ റോഡ് മുഴുവൻ കൊലക്കളമാണ്. നമുക്ക് എന്ത് ധൈര്യത്തിൽ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റും, യാതൊരു ഗ്യാരണ്ടിയില്ല. നമ്മൾ അമേരിക്കയിൽ വിമാനവാർത്തയെക്കുറിച്ചൊക്കെ നമ്മളെല്ലാം വാർത്ത കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ റോഡിൽ കൂടെ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു സൈഡിൽ ഗുണ്ടകൾ, മറു സൈഡിൽ ട്രാഫിക് നിയമം ലംഘിച്ച് മരണപ്പാച്ചിൽ നടത്തുന്ന ഈ ഡ്രൈവർമാർ വേറെ വശത്ത്. അപ്പോൾ ഇത് കേരളത്തിലെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഉണ്ടോ എന്നതിന് സംശയമാണ്. സത്യത്തിൽ ഗതികേടാണിത്. നമ്മുടെ നാട്ടിൽ പോലീസുകാർക്ക് പോലും ജീവിച്ചിരിക്കാൻ കഴിയാത്തൊരവസ്ഥ, പോലീസുകാരെ പോലും തല്ലിക്കൊല്ലുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് അപമാനകരം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു കാലത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കേരളം മുന്നിട്ട് നിന്നും ആരോഗ്യ മേഖലയിലാണെങ്കിൽ വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നിട്ട് നിന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മളെ ഏറ്റവും അപമാനകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ നാട്ടിലെ സംഘടനകൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ വളരെ കഷ്ടമായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം.